ഗാർഹിക പീഡന നിരോധന നിയമം 2005 ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. അതിൽ അഗ്രീവ്ഡ് പേഴ്സൺസ് അഥവാ വേദനിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന പരിധിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേതായി ഒരു കൂരയ്ക്ക് കീഴിൽ അമ്മ, സഹോദരിമാർ, വിധവകൾ, അതുപോലെ മറ്റ് ഏതെങ്കിലും ഫീമെയിൽ റിലേറ്റീവ്സ് ഒരു കൂരയ്ക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം അഗ്രീവ്ഡ് പേഴ്സൺസ് ആണ്. ഈ അഗ്രീവ്ഡ് പേഴ്സൺസ് അല്ലെങ്കിൽ വേദനിക്കുന്ന വ്യക്തികൾ എപ്രകാരമെല്ലാം വേദനിച്ചാലാണ് പ്രൊട്ടക്ഷൻ ചോദിക്കാവുന്നത്? അത് ഇമോഷണൽ ആയിട്ടായിരിക്കാം. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സെക്ഷൽ ആയിരിക്കാം, ലൈംഗികപരമായ അബ്യൂസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ എക്കോണമിക് അബ്യൂസ് ആയിരിക്കാം, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അബ്യൂസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ വെർബൽ അബ്യൂസ് ആയിരിക്കാം, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം, ഇനി അതുമല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസുമായിരിക്കാം. അങ്ങനെ ഈ 4-5 കാറ്റഗറിയിൽ വരുന്ന ഏത് തരം അബ്യൂസ് വന്നാലും ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊട്ടക്ഷൻ ചോദിക്കുവാനുള്ള അധികാര അവകാശങ്ങൾ അതിൽ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ലേഡികൾക്കും അതുപോലെ മറ്റ് ലേഡികൾക്കും അവകാശമുണ്ടായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.